വിവാഹദിവസം കാണാതായ മാധ്യമപ്രവർത്തക ലയ മാധവന്റെ തിരോധാനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്തിമ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ മാഫിയ ലീഡർ SK എന്നറിയപ്പെടുന്ന സൂര്യയുമായുള്ള ചിത്രം കുറച്ചുനാൾ മുമ്പ് പ്രചരിച്ചിരുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത, ലയ ഒരു വീഡിയോ അവളുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനാണ് ലയ മാധവ്. എൻ്റെ വിവാഹ ദിവസം ഒളിച്ചോടിയത് എനിക്കിഷ്ടമില്ലാത്ത വിവാഹമായതുകൊണ്ടാണ്. ഒരിക്കലും എന്നെ ആരും അപായപ്പെടുത്തിയിട്ടില്ല. SKയുമായുള്ള നിങ്ങൾ അറിഞ്ഞ എൻ്റെ ബന്ധം ശരിയാണ്. ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞാൻ ഇറക്കിയ SKക്കെതിരായിട്ടുള്ള ഡോക്യുമെൻ്ററി അവൻ്റെ അറിവോട് കൂടി തന്നെയാണ്. അതുകൊണ്ട് എന്നെ അന്വേഷിച്ച് ആരും ഇനി വരേണ്ടതില്ല. താങ്ക് യു. ഇതോടുകൂടി ലയ മാധവന്റെ തിരോധാനത്തിന് ജനങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. മീഡിയാസ് വിശ്വസിച്ചു. ഇനി എനിക്ക് അവളുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയണം. ക്യൂക്ക്. അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു അത്ര ഈ കല്യാണത്തിന്. എത്ര പ്രാവശ്യം ചോദിച്ചതാ. ഇന്നലെ വരെ അവൾ എന്നോട് ചിരിച്ചു കളിച്ച് അഭിനയിച്ചത്. എങ്ങനെ തോന്നി അവൾക്ക് എന്നോട് ഇതൊന്നും എനിക്കറിയില്ല. ഇനി എനിക്കിങ്ങനെ ഒരു മകളില്ല. അമ്മ ഇതെന്തൊക്കെയാ പറയുന്ന അമ്മ? ചേച്ചി അങ്ങനെ ചെയ്യില്ല അമ്മ. ചേച്ചി വിശ്വസിക്ക്. എൻ്റെ മക്കളെ ഞാൻ കണ്ണടിച്ച് വിശ്വസിച്ചതാ. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അമ്മക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട. എനിക്കറിയണം എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റിയതെന്ന്. അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. എനിക്കറിഞ്ഞേ പറ്റൂ. She was my everything. ചേച്ചി സേഫ് ആണോ? സാർ, ഇവിടെ അവളുടെ സിസ്റ്റർ വെച്ച് എല്ലാവരും വിശ്വസിച്ച മട്ടാണ്. അപ്പൊ ഇനി ആ ഡോക്ടർ കൊച്ചിനെ ശരിയാക്കണം. ഓക്കെ, ക്യാൻ ഹാൻഡിൽ. നിനക്ക് ബുദ്ധിമുട്ടാവുകയെങ്കിൽ എന്നെ ഒന്ന് കൊന്നു തരുമോ? എനിക്ക് വയ്യ ഇങ്ങനെ നീറി ജീവിക്കാൻ. ലയ, നീ കാരണം നീറിയതും പുകഞ്ഞതും ഞാനല്ലേ. ഞാൻ നിന്നെ മനസ്സറിഞ്ഞല്ലേ സ്നേഹിച്ചത്. നീ ചെയ്തതോ അതും മുതലെടുത്തു. എന്നെ കുറിച്ച് ഡോക്യുമെന്ററി ഉണ്ടാക്കി പോലീസിന് കൊടുത്തു. നീ ചെയ്യുന്ന തെറ്റുകൾ മാത്രമല്ല ഞാൻ കാണിച്ചത്. ഇല്ലാത്തതൊന്നും ഞാൻ കാണിച്ചില്ലല്ലോ. അതിന് നീ എന്നെ സ്നേഹിച്ച് വഞ്ചിക്കണമായിരുന്നോ ലയ? എനിക്കുണ്ടായ നഷ്ടം എന്താണെന്ന് എനിക്കറിയോ ലയ? അതിന് പകരം നീയും അനുഭവിക്കണം. അതല്ലേ പറഞ്ഞത്, എന്നെ ഒന്ന് കൊന്നുതാ. അങ്ങനെ ഞാൻ ചെയ്യൂ? ഈ SKയെ പറഞ്ഞു പറ്റിച്ച് ജയിലിലേക്ക് അയച്ച് നീ വേറെ കെട്ടി കുട്ടികളായി പൊറുക്കാം എന്ന് കരുതിയോ? നീ പൊറുക്കും എന്റെ കൂടെ, എന്റെ ജീവിതകാലം മുഴുവൻ. അത് അത്ര എളുപ്പമാമെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല, ബട്ട് ഇപ്പോ മീഡിയയും നിന്റെ ഫാമിലിയും ഞാൻ ഉണ്ടാക്കിയ കഥ വിശ്വസിച്ച് അവൾ ഒഴികെ നിന്റെ ഡോക്ടർ കൊച്ച്. നോ, അവളെ ഇതിലേക്ക് വലിച്ചിടരുത് പ്ലീസ്. ഇല്ല, അവളെ ഞാൻ ഇതിലേക്ക് വലിച്ചിട്ടില്ല. അവൻ കൊണ്ടുവരും, എന്റെ സാത്താൻ. ആബേൽ, അവൻ എന്റെ അനുവിനെ പ്ലീസ്. കിടന്ന് കാറാതെ ഇനി നീ ഉറങ്ങിക്കോ.
ബൈബിളിൽ അധ്യായം 4 വചനം 9-10 2 പേര് ഒരാളിനേക്കാൾ നല്ലത്. അവർ അവരുടെ പ്രയത്ന ഫലത്തിൽ നല്ല പ്രതിഫലം ലഭിക്കുന്നു. ഒരുത്തൻ വീണാൽ കൂട്ടുകാരൻ അവനെ എഴുന്നേൽപ്പിക്കും. നീ കിടന്ന് പതപ്പിക്കാതെ കാര്യം പറടാ. കാര്യം ലയ മാധവൻ. പെട്ടെന്ന് കൊല്ലണ്ട, ഇഞ്ചിഞ്ചായിട്ട് മതി. അവളെ കൊല്ലണോ വളർത്തണോ എന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഈ വിളിയുടെ ഉദ്ദേശം? എത്രയൊക്കെ ക്യാഷ് എറിഞ്ഞിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് പിൻവലിക്കാൻ തയ്യാറല്ല എന്ന്. ആര്? ഡോക്ടർ അനു മാധവ്, സിസ്റ്റർ ഓഫ് ലയ. കൊല്ലണോ? വേണ്ട, ഒന്ന് പേടിപ്പിച്ചാൽ മതി. അവളെ എനിക്കൊന്ന് പണ്ടേ പൊട്ടിക്കാൻ തോന്നിയത്. അവളുടെ ചേച്ചിയും കൂടി അഭിനയിച്ച് തകർക്കുകയല്ലായിരുന്നു. അവളും അവളുടെ ചേച്ചിയും കൂടി അഭിനയിച്ചു തോർക്കുമ്പോൾ എനിക്ക് എന്നതായാലും ഒരു മയത്തിൽ വേണം. ഇവളല്ലേ തെറ്റ് ചെയ്തത്. ഓക്കെ, സെറ്റ്. അവൾ ഇപ്പൊ ഹോസ്പിറ്റലാണ്. നീ പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാണ്, ഒന്ന് മയത്തിൽ മതി. ഓക്കെ, ബൈ. ഓക്കെ, സെറ്റ്. ഐസിയിലുള്ള പേഷ്യന്റിന്റെ BP നോർമൽ ആയതിനു ശേഷം മാത്രം കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ പേഷ്യന്റിന്റെ ഫയൽ സെൻഡ് ചെയ്താൽ മതി. ഓക്കെ? ഓ മാം, ലീവ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. യെസ്, ഞാൻ ലീവ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. എനിക്കെന്റെ ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് അറിയണം. അപ്പൊ ചേച്ചിയല്ലേ SKയുടെ കൂടെ പോവാന്ന് പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്തത്? പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് മാം, ഞാൻ ഒരുപാട് പ്രാവശ്യം SKയുടെ കൂടെ ചേച്ചിയെ കണ്ടിട്ടുണ്ട്. ഏയ്, അതങ്ങനെയൊന്നുമല്ല. ഞാൻ വരട്ടെ, നേരം ഒരുപാട് ഇഷ്ടം. സമയം പോയത് അറിഞ്ഞില്ലല്ലോ എന്റെ ദൈവമേ. ഇനി എപ്പോ വീട്ടിലെത്താനാ? നീ ഇല്ലാതെ ആ വീട്ടിലേക്കും ആ റൂമിലേക്കും എനിക്ക് കടക്കാൻ പോലും തോന്നുന്നില്ല ചേച്ചി. What the heck is going on? Abel. Yes, you are correct. Abel, Satan of SK. എന്റെ ചേച്ചി എവിടെ? പേടിക്കണ്ട, കൊന്നിട്ടില്ല, പക്ഷെ കൊല്ലും വൈകാതെ. No. അലറാതെ പെണ്ണെ, നിന്റെ ഫയൽ ചെയ്ത കേസ് പിൻവലിച്ചേക്ക്. ഇല്ലെങ്കിൽ നീയും നിന്റെ അമ്മയും പരലോകം കാണും. Abel, please. എന്റെ ചേച്ചി ഒന്ന് വെറുതെ വിട്, പ്ലീസ്. നീയും നിന്റെ ചേച്ചിയും എന്നാ കരുതിയടി? അവനെതിരെ ഒരു ഡോക്യുമെന്ററി ഇറക്കി അവൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്നു. 2 ദിവസം അതിലേറെ അവൻ കടന്നിട്ടില്ല. ഇനി കടക്കാനും പോകുന്നില്ല. Abel, please. എന്റെ ചേച്ചി ഒന്ന് വെറുതെ വിട്, പ്ലീസ്. അപ്പൊ ഡോക്ടർ ചെല്ലാം, ആബേലിച്ചായം വരട്ടെ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കേസ് ഇന്ന് തന്നെ പിൻവലിച്ചേക്ക്. ഇത്രക്കങ്ങ് ചിരിക്കണോ സാത്താനെ? അബേ, നിന്റെ കൂട്ടുകാരൻ ഇപ്പൊ മരുന്നൊക്കെ കൃത്യത്തിന് കഴിക്കാറുണ്ടോ? നീ എന്തൊക്കെ പിച്ചും പേടിക്കറന്ന് വിളിച്ചു പറയും. നീ ഇതെന്തിനെ കുറിച്ചാ പറയുന്നേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അബേലെ. മാഫിയ ഡോൺ എസ്കേക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ടെന്ന് പുറം ലോകം അറിഞ്ഞാൽ
കൂൾ സാത്താൻ. എന്റെ ചേച്ചിയെ കിട്ടണമെങ്കിൽ എസ്കെ കൊല്ലണം. എസ്കെ കൊല്ലണമെങ്കിൽ ആദ്യം സാത്താനെ കൊല്ലണം. Are you ready for the fight?